ഇതെന്റെ അമ്മയാണ്. അമ്മയ്ക്ക് ഇപ്പൊ 81 വയസ്സായി. അമ്മയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പെട്ടെന്ന് അമ്മയ്ക്ക് ചെറുതായിട്ട് BP ലോ ആയി. അത് കഴിഞ്ഞപ്പം യൂറിൻ ചെറുതായിട്ട് പോകാൻ ബുദ്ധിമുട്ട് വന്നു. അപ്പോഴും നമ്മൾ യൂറിൻ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഫാറ്റ് ലെവൽ ഇത്തിരി കൂടുതലാണെന്ന് അറിഞ്ഞു. അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം, ഡോക്ടറെ കാണിക്കണം എന്നുള്ളത് ഇരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഞാൻ വിളിച്ചപ്പം വിളി കേൾക്കുന്നില്ല, ഇങ്ങനെ കണ്ണു തുറക്കുന്നില്ല, മൂളുന്നതേ ഉള്ളൂ, സംസാരിക്കുന്നില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇങ്ങനെ ക്ലിയർ അല്ല, പറയുന്ന കാര്യങ്ങളൊന്നും ക്ലിയർ അല്ല. അങ്ങനെ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടില്ല. ഞാൻ നോക്കി നിൽക്കുമ്പോൾ തന്നെ തിരിച്ച് ഞാനിങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞാണ് ആൾ തിരിച്ചിങ്ങനെ എടുത്തപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ കൂടിയിട്ട് കണ്ണ് തുറക്കുന്നില്ല. അമ്മാന്ന് വിളിച്ചിട്ട് കണ്ണ് തുറക്കുന്നില്ല. ചെറുതായിട്ടൊന്ന് കണ്ണ് തുറന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ നമ്മളിലോട്ട് നോക്കുന്നില്ല, ദൃഷ്ടിയൊന്നും നമ്മളിലോട്ട് ഇങ്ങനെ പതിയുന്നില്ല, നമ്മളെ കാണുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോഴത്തേക്കും കണ്ണിനൊക്കെ ഒരു പെയിൻ യെല്ലോ കളറായി വന്നു. പിന്നെ വല്ലാത്ത ശ്വാസം മുട്ടൽ നോക്കിയിരിക്കുമ്പോൾ തന്നെ കൂടെ അത് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരണാസക്തനായിട്ട് അവർക്കൊരു വല്ലാത്ത ശ്വാസം മുട്ടൽ കാണില്ല, നമുക്ക് സഹിക്കാൻ വയ്യാത്തൊരു ശ്വാസം മുട്ടൽ അങ്ങനെയുള്ളതിലോട്ട് അത് കൂടി വന്നപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഒരു മെഡിക്കൽ സപ്പോർട്ട് ഇത് പറഞ്ഞു. അപ്പൊ അവര് വേഗം വന്നു. അവര് വേഗം വന്ന് ഓക്സിജൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കൊടുത്തു. ആംബുലൻസിൽ വേഗം ഇങ്ങ് കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് EMCയിൽ കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും ഡോക്ടർ ഇതിലോട്ട് കയറ്റി, അത്യാഹിത വിഭാഗത്തിലോട്ട് കയറ്റി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർമാർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ ബോധം പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് ബോധമില്ല. ആ ഒരു സ്റ്റേജിലാണ് ഡോക്ടർ ജോണ് വരുന്നതും. അപ്പം ഡോക്ടറാണ് എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ചോദിക്കുന്നതും, അമ്മയെ നോക്കി ഡീറ്റെയിൽസ് ചോദിക്കുന്നതും എടുക്കുന്നതും എല്ലാം. അപ്പം ഡോക്ടർ പറഞ്ഞത് അമ്മയ്ക്ക് എന്തോ നല്ല കിഡ്നി ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അതിനകത്ത് കിഡ്നി ഫംഗ്ഷനിങ് കംപ്ലീറ്റ് നിന്നിരിക്കുകയാണ്. അതിന് ഇൻഫെക്റ്റഡ് ആണ്. അന്നേരം അതിനകത്ത് എന്തോ അതിപ്പം നമുക്ക് കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു കാര്യം വന്നിട്ട് അത് പൾമണറി സിസ്റ്റത്തെയും മൊത്തത്തിൽ ബാധിച്ചേക്കുവാണ്. അതും ടോട്ടലായിട്ട് ഡോക്ടർക്ക് തന്നെ അറിയില്ല എന്താന്ന്. അമ്മയൊന്ന് നല്ലപോലെ ചെക്കപ്പ് ചെയ്യുകയോ എടുക്കുകയും ICUലോട്ട് മാറ്റി ഒരു ഡയാലിസിസ് ചെയ്ത് നോക്കാം. ഒരു 4 hours ഡോക്ടർ ചോദിച്ചു. എനിക്കൊന്നും പറയാൻ പറ്റില്ല. 4 hours എനിക്ക് എന്തായാലും തന്നേ പറ്റത്തുള്ളൂ. 4 hours ഞാൻ പറയുന്നുള്ളൂ അമ്മയ്ക്ക്. പക്ഷെ നമുക്ക് ശ്രമിക്കാം, അത്രേ പറഞ്ഞോളൂ. പിന്നെ അമ്മയെ പെട്ടെന്ന് ICUലോട്ട് മാറ്റിയിട്ട് അമ്മയ്ക്ക് ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഡയാലിസിസ് ഡോക്ടർ പറഞ്ഞു ഡയാലിസിസ് ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഡയാലിസിസ് ചെയ്ത് നോക്കിയ ഡോക്ടർ ഒരു 4 to 7 അഥവാ ശരിയാണെങ്കിൽ 4 to 7 ഡയാലിസിസ് ആണ് ഡോക്ടർ പറഞ്ഞത്. ഡയാലിസിസ് എന്തായാലും ഒരു ഡയാലിസിസ് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പതുക്കെ കണ്ണു തുറന്നു. അമ്മയെ ഞാന് MRI എടുക്കാനായിട്ട് കൊണ്ടുപോയി, ബ്രെയിനിന്റെ ഹെഡിന്റെ. അങ്ങനെ പോയപ്പോഴത്തേക്കാണ് അമ്മ പതുക്കെ കണ്ണൊക്കെ തുറന്നിരിക്കുക. എല്ലാവരെയും ഇങ്ങനെ നോക്കുന്നുണ്ട്. ആളെവിടെ മോളെവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ സംസാരം അത്ര ക്ലിയർ അല്ല. എന്നാലും കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് അപ്പൊ ഒരു ഡയാലിസിസ് കഴിഞ്ഞുള്ളൂ. അപ്പൊ പിറ്റേന്ന് ഡോക്ടർ പറഞ്ഞു അതുകൂടെ ഒന്ന് ചെയ്യാം, നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ എന്ന്. അപ്പൊ അന്നത്തെ ഡയാലിസിസ് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ കുറച്ചും കൂടെ ഓക്കെ. അപ്പോഴും ഡോക്ടറിന് ചിലപ്പോൾ നാളത്തേക്ക് ഒരു ഡയാലിസിസ് വേണ്ടി വരും ചിലപ്പോഴെന്ന് പറഞ്ഞു. അല്ലാതെ വലിയ പ്രശ്നങ്ങളില്ല, ഗ്രേറ്റ് ലെവൽ കുറഞ്ഞു വരുന്നുണ്ട്, ഓരോ കാര്യങ്ങളും അതേപോലെ റെഡിയായി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് നല്ല കൗണ്ട് നല്ല കൂടുതലായി പോയായിരുന്നു. പിന്നെ ഹാർട്ടിന്റെ അതിന്റെ താളം അത് പോയായിരുന്നു. പിന്നെന്താ പ്രശ്നങ്ങൾ, ഓക്സിജൻ ലെവലൊക്കെ ഒരുപാട് കുറഞ്ഞു പോയായിരുന്നു. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അതൊക്കെ കുറേശ്ശെ റെഡിയായി വന്നു. എന്തായാലും പിറ്റേ ദിവസവും കൂടെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇന്ന് ഡയാലിസിസ് ചെയ്യുന്നില്ല, നോക്കട്ടെ, ഇന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ നാളെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അമ്മയ്ക്ക് അത് ചെയ്യണമെന്ന് ഡോക്ടർക്ക് തോന്നിയില്ല. കാര്യം ക്രിയാറ്റിൻ ലെവൽ കുറച്ചും കൂടെ അത് കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഈ 4 to 7 എന്ന് പറഞ്ഞ അത്രയാണ് ഈ ഒരു 2 ഡയാലിസിസ് കൊണ്ട് അമ്മയ്ക്ക് റെഡിയാവുകയും ചെയ്തു. അമ്മയെ 4th ഡേയില് 4th or 5th ഡേയില് റൂമിലോട്ട് മാറ്റിയിട്ട് ഒരു 1 വീക്കും കൂടെ കിടന്നു. അത് റൂമിലോട്ട് മാറ്റിയിട്ട് ഒരു 2 days കൂടെ അമ്മയ്ക്ക് ഓക്സിജൻ സപ്പോർട്ടിൽ അമ്മ നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് തന്നെ മനസ്സിലായി അമ്മയ്ക്കത് വേണ്ട എന്നുള്ളത്. ഒരുപാട് തീർച്ചയായും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതേപോലെ ഇത്രയും ആത്മാർത്ഥമായിട്ടും സ്നേഹമായിട്ടും ഇത്ര സമയം നിന്ന് നമ്മളോട് എല്ലാ കാര്യവും പ്രത്യേകം ചോദിച്ചു പറഞ്ഞ ഒരു ഡോക്ടറെ ഞാൻ കണ്ടിട്ടില്ല. ആദ്യം എൻ്റെ ജീവിതത്തിൽ
എനിക്ക് ഈശ്വരനെ പോലെ തോന്നണേ ഡോക്ടറെ. നേരെ സംസാരിക്കും. വളരെ നേഴ്സിംഗ് നല്ല ഇതാണ്, വളരെ 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 നല്ല ഇതാണ്. പിള്ളേരൊക്കെ എപ്പോഴും ഭയങ്കര സ്നേഹത്തോടെ ഭയങ്കര ഇതായിട്ടും സ്റ്റാഫ് എല്ലാം നല്ല കോപ്പറേറ്റീവ് ആണ്, നല്ല ഇതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് EMC ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അമ്മയ്ക്കും അല്ലേ അമ്മ? ഓക്കെ.